നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ. കൊല്ലം തീരത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. 52 ദിവസമാണ് നിരോധന കാലയളവ്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾ തീരം വിട്ടു തുടങ്ങി. ബൈക്ക് കാറിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു മറിഞ്ഞു. ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. ശാസ്താംകോട്ട ആഞ്ഞിലിമൂടിന് സമീപമായിരുന്നു അപകടം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11നും യെല്ലോ അലർട്ട്. നെടുമൺകാവ് അറക്കടവ് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി കെ എൻ ബാലഗോപാൽ വിലയിരുത്തി. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് പാലം. പാലവും അനുബന്ധ റോഡും ബൈപ്പാസിന് സമാനമായി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും. കൊല്ലം തീരത്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജൂലൈ 31 വരെ നീളുന്ന 52 ദിവസമാണ് നിരോധന കാലയളവ്. നീണ്ടകര പാലത്തിന് പടിഞ്ഞാറ് വശം തങ്കശ്ശേരി, അഴീക്കൽ തുറമുഖങ്ങളാണ് കൊല്ലം ജില്ലയിൽ അടച്ചിടുന്നത്. നിരോധന മേഖലയിൽ ഉൾപ്പെടുന്ന നീണ്ടകര, ശക്തികുളങ്ങര, തങ്കശ്ശേരി, അഴീക്കൽ തുറമുഖങ്ങളിലും നിരോധനം ബാധകമാണ്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾ തീരം വിട്ടു തുടങ്ങി. നീണ്ടകര തുറമുഖത്ത് ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളവ ഒഴികെയുള്ള പരമ്പരാഗത യാനങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രവർത്തിക്കാം. മത്സ്യബന്ധനത്തിലേർപ്പെടുന്ന യാനങ്ങൾക്ക് അഷ്ടമുടിക്കായലിന്റെ കിഴക്ക് തീരങ്ങളിലുള്ള സ്വകാര്യ ബോട്ട് ജെട്ടുകളിൽ, വാർഫുകളിലും ലാൻഡിംഗ് അനുമതി ഉടമകൾ നൽകാൻ പാടില്ല. നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ തീരമേഖലകളിലെ ഡീസൽ പമ്പുകളെല്ലാം ജൂലൈ 28 വരെ അടച്ചിടും. മത്സ്യഫെഡിന്റെ നീണ്ടകര, ശക്തികുളങ്ങര, അഴീക്കൽ തീരമേഖലകളിലെ നിശ്ചിത പമ്പുകൾക്കും അഴീക്കലിലെ ആലപ്പാടൻ ജം, കുജിത്തുറ മറൈൻ ഡീസൽ, 1000 തെങ്ങ്, നടയിൽ കിഴക്കതിൽ എന്നീ സ്വകാര്യ പമ്പുകൾക്കും പ്രവർത്തനാനുമതിയുണ്ട്. മെഷീൻ ബോട്ടുകൾ, മത്സ്യബന്ധന യാനങ്ങൾ എന്നിവയ്ക്ക് ഇക്കാലയളവിൽ പെട്രോൾ വിൽക്കുകയോ വിതരണം ചെയ്യാനോ അനുമതിയില്ല. കൊല്ലം ജില്ലയിലെ ഇന്ധന പമ്പുകളിൽ നിന്ന് ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ ക്യാനുകളിലോ കുപ്പികളിലോ ഇന്ധനം നൽകാനും പാടില്ല. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങളെല്ലാം ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി തീരം വിട്ടു തുടങ്ങി. നിരോധന കാലയളവിലെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. നിരോധനം കൃത്യതയോടെ നടപ്പാക്കാൻ തീരദേശ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം നടത്തി. ഓച്ചിറയിൽ നടന്ന സമ്മേളനം സംസ്ഥാന കൗൺസിൽ അംഗം ഇ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഓച്ചിറ മേഖലാ സമ്മേളനം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം ഇ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വ്യാപാരത്തെ പോലും, വ്യാപാരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലും കേരളത്തിന് പുറത്തും ഈ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ അബ്ദുൽ നാസർ അഡ്വക്കേറ്റ്. ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ നിർഭയമായി നമുക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപാരം ചെയ്യുന്നതിനുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്ക് ഈ സംഘടനയിൽ കൂടിയാണ് നേടിയെടുക്കുവാൻ പറ്റിയത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സ്വർണ്ണ വ്യാപാര മേഖല ഒരു വ്യാപാരിക്കും നിർഭയമായി അവൻ്റെ കടയിൽ നിന്ന് വ്യാപാരം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥകളുണ്ടായിരുന്നു. രാജീവൻ ഗുരുകുലം അധ്യക്ഷത വഹിച്ചു. ഓരോ വിഷയങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതിനും സ്വർണ്ണ വ്യാപാരികളുടെ അവരുടെ പ്രയാസങ്ങൾ കേട്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തുന്നതിനും സംസ്ഥാന തലത്തിൽ നിന്നും ഉള്ള നേതാക്കന്മാരാണ് ഇന്നിവിടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്തിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സംഘടനാ ശക്തി കൊണ്ട് നമ്മൾ വളരെ കരുത്താർജിക്കേണ്ട ഒരു അവസരമാണ് സംജാതമായിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും
വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നേതൃത്വ നിരയാണ് ഇന്ന് നമുക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും നമുക്ക് വിട്ടുവന്നിരിക്കുന്നത്. സത്താർ ചേന്നല്ലൂർ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി NE സലാം ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം നാസർ പോച്ചയിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പി പ്രദീപ്, രംഗനാഥ്, സജീവ്, പ്രശാന്ത്, ശിവൻകുട്ടി, സമദ്, സന്തോഷ്, കാസിം, ബഷീർ, റഹ്മാൻ, അഡ്വക്കേറ്റ് രഞ്ജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുസ്തക പ്രകാശനം നടത്തി. ശൂരനാട് വടക്ക് സ്വദേശി ഷൈജു എസിന്റെ എന്നെ തൊട്ട മണം എന്ന പുസ്തകമാണ് താമരക്കുളത്ത് പ്രകാശനം ചെയ്തത്. ശൂരനാട് വടക്ക് സ്വദേശിയായ ഷൈജു എസ് രചിച്ച എന്നെ തൊട്ട മണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് താമരക്കുളത്ത് നടത്തിയത്. കവി രാജീവ് ആലുങ്കൽ പ്രകാശനം നിർവഹിച്ചു. ഓരോ കോഴികളും അയാൾ നാട്ടിലെ പ്രമുഖരുടെ പേരിൽ മണ്ഡല പ്രസിഡന്റിന്റെയും കവിയുടെയും ഗാന്ധിനാഥിന്റെയും ചിത്രങ്ങളുടെയും പേര് ഈ 200 കോഴികൾക്കും അയാൾ ഇട്ടതിനു ശേഷം എന്തോ ഒരു വൈരാഗ്യം പോലെ ഓരോ കോഴികളെയും അയാൾ ഓരോരുത്തരിക്കാൻ തുടങ്ങി. ഒരു കവി ഓരോ കോഴികളെയും ഓരോരുത്തരിക്കുമ്പോൾ താൻ കൂടി ഇന്നലെ നടത്തിയ താൻ കൂടി പങ്കുചേർന്ന് നടത്തിയ ഐതിഹാസികമായ കാൽപ്പര്യത്തെക്കുറിച്ച് അയാൾ കൊണ്ടുപോയി ഓർത്തിരിക്കുകയും ചെയ്തു. ഒരു ദിവസം 2 നാട്ടിലെ പ്രമുഖർ ആണെങ്കിൽ അടുത്ത ദിവസം വേറെ ആൾക്കാർ. അങ്ങനെ അടുത്ത വീട്ടിലെ ശോശാമ്മ ചേച്ചിയുടെ മകളുടെ മനസ്സമ്മതമാണ്. കരുനാഗപ്പള്ളി ഗാന്ധി ദർശൻ വേദി ചെയർമാൻ പ്രദീപ് വാര്യർ അധ്യക്ഷത വഹിച്ചു. ഈ അവസരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷൈജു അദ്ദേഹം നമ്മുടെ സത്യത്തിൽ കഥാസമാഹാരം അദ്ദേഹം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ ചിന്തിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഓരോ സംഭവവും നമ്മുടെ അക്ഷരഭാഷത്തോട് തന്നെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. വിധു സൗവർണിക, ഡോക്ടർ മുന്നിനാട് പത്മകുമാർ, ഡോക്ടർ R ഗോപിനാഥൻ, അനിൽ ശങ്കർ, K ഗോപിക്കുട്ടൻ, N സന്തോഷ്, ശൂരനാട് രാജേന്ദ്രൻ, പുന്തല മോഹനൻ, ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. അമിത വേഗതയിൽ ഓടിച്ച ബൈക്ക് കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു മറിഞ്ഞു. ബൈക്ക് യാത്രികർക്ക് പരിക്കേറ്റു. ശാസ്താംകോട്ട ആഞ്ഞിലിമൂടിന് സമീപമായിരുന്നു അപകടം. ശാസ്താംകോട്ട ആഞ്ഞിലിമൂടിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ ബൈക്ക് കാറിന്റെ പിന്നിൽ ഇടിച്ച ശേഷം നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ബൈക്ക് യാത്രികരായിരുന്ന ആഞ്ഞിലിമൂട് സ്വദേശി എബി, അക്ഷയ് ബോസ്കോ എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. എബിയെ ശാസ്താംകോട്ട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് അമിത വേഗതയിലായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുതായി നിർമ്മിച്ച കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണഘടനാ ആമുഖ പ്രകാശനം, ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുതായി നിർമ്മിച്ച കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി. നിലവിൽ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടിടം എന്നത് ചിരകാല സ്വപ്നമായിരുന്നു. ഈ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. NK പ്രേമചന്ദ്രൻ MP ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം ഉദ്ഘാടനം ചെയ്തു. 73ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിന്റെ പിൻബലത്തോടുകൂടി രാജ്യത്ത് നിലവിൽ വന്ന ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സമിതികൾ 30 വർഷം പൂർത്തീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3 ദശാബ്ദം കേരളം അധികാര വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായി ആരംഭിച്ച ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ട് 30 വർഷം പൂർത്തീകരിക്കുകയാണ്. ആ 30 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ഘടനാപരമായ മാറ്റം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളൊരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോയാൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ, ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ 100 കണക്കിന് ജനങ്ങളാണ് നിരവധി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി, വികസനോന്മുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ 95 മുതൽ 2025 വരെയുള്ള 30 വർഷക്കാലത്തെ കേരളത്തിന്റെ ചരിത്രം അധികാര വികേന്ദ്രീകരണത്തിന്റെ കൂടി ചരിത്രമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അധികാര വികേന്ദ്രീകരണം ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ സംബന്ധിച്ച് പഠിക്കാൻ, അറിയാൻ, പരിശോധിക്കാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലായി വരുന്നത് കേരളത്തിലേക്കാണ്. അപ്പൊ അത്രയും ഒരു സംവിധാനം, ജനാധിപത്യ സംവിധാനം സംസ്ഥാനത്തിന്
സ്വായത്തമാക്കാൻ കഴിഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. വർഷത്തെ പ്രവർത്തന പരിചയമുള്ള നമ്മുടെ മണ്ണ്, നമ്മുടെ ജനകീയാസൂത്ര പ്രസ്ഥാന പ്രവർത്തനം ആരംഭിച്ച് 25 കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജില്ലയിൽ ആദ്യമായി 1ാം സ്ഥാനത്തേക്ക് ചവറ ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇവിടെ അന്ന് ഞങ്ങളുടെ അതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ വരുമ്പോൾ എന്റെ പ്രിയ സഹോദരനായിരുന്ന ഇപ്പോൾ ADMC ആയി വർക്ക് ചെയ്യുന്ന ശ്രീ രതീഷ് കുറിച്ച ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ ഇവിടെ ഇന്നസെന്റ് നായിക കടന്നു വരുമ്പോൾ ഉറുദുവിൽ നിന്ന് ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇന്നസെന്റിനെ പോലെയായിരുന്നു പല വേദികളിലും ചവറയുടെ ഉദ്യോഗസ്ഥന്മാർ റിവ്യൂ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരുന്നതെങ്കിൽ തലനിർത്തി നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അഭിമാനത്തോടുകൂടി ഓർക്കുന്നു എന്ന അടിക്കുറിപ്പോടുകൂടി അഭിനന്ദനം അറിയിച്ചത് ഞാൻ ഇപ്പോഴും വേറെ ശ്രദ്ധയോടുകൂടി ഓർക്കുന്നു. വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു കാലത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അന്ന് ഫ്രണ്ട് പേജിൽ എല്ലാ ന്യൂസ് പേപ്പറിന്റെയും ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിന്റെ പടം ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതചര്യയൊക്കെ നോക്കിയിട്ട് അധ്യാപകർ പറയും, അദ്ദേഹം തൈരാണ് കഴിക്കുന്നത്, ചോറാണ് കഴിക്കുന്നത്, കഴിക്കുന്ന നേരം, പഠിക്കുന്ന നേരം. ഇത് ക്ലാസിന്റെ പാഠമായി നമ്മളെല്ലാം കേട്ടിരുന്നവരാണ്. അത്തരത്തിലൊരു വ്യക്തി എൻ്റെ തൊട്ടടുത്ത്, ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുമ്പിലൂടെ പലപ്പോഴും സെക്രട്ടേറിയറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ IAS എന്ന് എഴുതിയ അക്ഷരമുള്ള ആ ബോർഡുകൾ കാണുമ്പോൾ വല്ലാത്തൊരു വിനയമാണ്, വല്ലാത്തൊരു ആദരവാണ്. അതിൽ തന്നെ രാജു നാരായണസ്വാമി അവരുടെ ഓഫീസിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വല്ലാത്തൊരു ആദരവോടുകൂടി തന്നെയാണ് മുമ്പിൽ കൂടെ പോകുന്നത്. ഇപ്പം തൊട്ടടുത്തിരിക്കുവാനുള്ളൊരു സ്വഭാവമെങ്കിലും കിട്ടി, വാക്കുകൾ വരുന്നില്ലായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ച്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ ഇന്നിവിടെ അഭിസംബോധന ചെയ്യാൻ കിട്ടി. അതിനുള്ള കാരണം നമ്മുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി മുഖ്യ അതിഥിയായിരുന്നു. ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ആദരിച്ചു. തങ്കച്ചി പ്രഭാകരൻ, മധു വി, കോലത്ത് വേണുഗോപാൽ, ചവറ ഹരീഷ് കുമാർ, KE തങ്കമണിപ്പിള്ള, ബിന്ദു കൃഷ്ണകുമാർ എന്നിവരെയാണ് ആദരിച്ചത്. മുൻ മന്ത്രി ബേബി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായിരുന്ന SA സലാം, PB രാജു എന്നിവരെ അനുസ്മരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് CP സുനീഷ് കുമാർ, S സോമൻ, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JR സുരേഷ് കുമാർ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകല, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവൻ, IREL ഹെഡ് അജിത്ത്, KMML MD P പ്രദീപ് കുമാർ, LSGD ജോയിന്റ് ഡയറക്ടർ സുബോധ് S, NREGS ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ അനു RS, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസുമൽ രാജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ്, സജി അനിൽ, ഷാജി എസ് പള്ളിപ്പാടൻ, ജോയി ആന്റണി, പ്രിയ ഷിനു, ജിജി, C രതീഷ്, സീനത്ത, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് P ജെർമിയാസ്, കോലത്ത് വേണുഗോപാൽ, R രവീന്ദ്രൻ, ജസ്റ്റിൻ ജോൺ, അനിൽ പുത്തേജം, കിണർവിള സലാഹുദ്ദീൻ, U ഗോപകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. CPM-ന്റെ നേതൃത്വത്തിൽ വെറ്റമുക്ക് സാംസ്കാരിക നിലയത്തിനു മുന്നിൽ ധർണ നടത്തി. സാംസ്കാരിക കേന്ദ്രത്തിൽ ലൈബ്രറി സംവിധാനം ഒരുക്കുക, PSC കോച്ചിംഗ് പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പന്മന വെറ്റമുക്ക് സാംസ്കാരിക നിലയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM-ന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. സാംസ്കാരിക കേന്ദ്രത്തിൽ ലൈബ്രറി സംവിധാനം ഏർപ്പെടുത്തുക, PSC കോച്ചിംഗ് പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും CPM ഉന്നയിച്ചു. CPM ചവറ ഏരിയ സെക്രട്ടറി R രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആരും നോക്കാനും കാണാനുമില്ലാത്ത വിധത്തിലേക്ക് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനെതിരായിട്ടാണ് ഇവിടുത്തെ സമൂഹം പ്രതിഷേധിക്കുന്നുണ്ട്. ഇത് പന്മന പഞ്ചായത്തിന്റെ ഈ സാംസ്കാരിക നിലയത്തോട് മാത്രമുള്ള ഒരു അവഗണനയല്ല. പന്മന പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വികസന പ്രവർത്തനങ്ങളിൽ അവർ മൗനം നടിക്കുകയാണ്. സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകളില്ല. ജലവിഹൻ പദ്ധതിയിലൂടെ 5 കുഴൽക്കിണർ നിർമ്മിച്ചു. ഒരു കുഴൽക്കിണറിലും വെള്ളമില്ല. ഇതൊക്കെ എന്തൊരു തൂത്താണ്, എന്തൊരു അന്യായമാണ്. ജനങ്ങളോടും ജനമൂത്തോടും ചെയ്യുന്ന ക്രൂരതയും ദ്രോഹവുമായിട്ട് ഇത്തരം കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അതുകൊണ്ട് പന്മന പഞ്ചായത്തിലെ ഭരണസമിതി കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികെട്ട കഴിവുകെട്ട കെടുകാര്യസ്ഥതയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നവരെ ജനങ്ങൾ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. J അനിൽ, വിജയൻ നായർ, അഹമ്മദ് മൻസൂർ, അനീഷ്
തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11-ാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11-ാം തീയതി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച മുതൽ 11-ാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ആൻഡമാൻ കടലിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അഴിമതി ആരോപണം. നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയം അവർ നടത്തിവന്ന സമരത്തിന്റെ ജാള്യത മറയ്ക്കാനാണെന്ന് LDF പാർലമെന്ററി പാർട്ടി. മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള അഴിമതിയും നടന്നിട്ടില്ല. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിൽ യോഗവും ഏകകണ്ഠമായി അംഗീകരിച്ചതിന് ശേഷമാണ് പദ്ധതി DPCക്ക് നൽകിയത്. 2 യോഗങ്ങളിലും UDFോ മറ്റേതെങ്കിലും കൗൺസിലർമാരോ ഒരു വിയോജിപ്പും പറഞ്ഞിരുന്നില്ലെന്ന് LDF പാർലമെന്ററി പാർട്ടി വ്യക്തമാക്കി. കായംകുളം നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF നൽകിയ അവിശ്വാസം അവർ നടത്തിവന്ന സമരത്തിന്റെ ജാള്യത മറയ്ക്കാനാണെന്ന് LDF പാർലമെന്ററി പാർട്ടി കുറ്റപ്പെടുത്തി. നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ അഴിമതി ആരോപിച്ച് നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ UDF കൊടുത്തിരിക്കുന്ന അവിശ്വാസ പ്രമേയം അവർ നടത്തി വന്നിട്ടുള്ള സമര ആഭാസത്തിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ളതും കേരളത്തിൽ ഒട്ടേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി വരുന്നതുമായ പദ്ധതിയാണിത്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ഭൗമ എൻവറോൺ ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഇത് നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഈ കമ്പനി മാത്രമാണ് മൊബൈൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പാക്കുന്നത്. ആലപ്പുഴ ഉൾപ്പെടെയുള്ള മറ്റ് നഗരസഭകളിലും ഇതേ കമ്പനിയുടെ വാഹനമാണ് വാങ്ങിയിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ളതും കേരളത്തിൽ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ഭൗമ എൻവറോൺ ടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഈ വാഹനം കൊടുക്കുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കായംകുളത്ത് വാങ്ങിയത് മറ്റ് നഗരസഭകളെക്കാളും 3 ലക്ഷം രൂപ കുറച്ചാണ്. വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൗൺസിൽ യോഗവും തീരുമാനമെടുത്തത് ഏകകണ്ഠമായാണെന്നും ഇക്കാര്യത്തിൽ യാതൊരു അഴിമതിയും നടന്നിട്ടില്ലെന്നും LDF പാർലമെന്ററി പാർട്ടി വ്യക്തമാക്കി. ഈ മറ്റുള്ളിടത്ത് എടുത്തതിനെക്കാട്ടിൽ വില കുറവാണ് നമ്മൾ കായംകുളത്ത് എടുത്തിട്ടുള്ളത്. ആലപ്പുഴ നഗരസഭയിൽ എടുത്തതിനെക്കാട്ടിലും തൊട്ടടുത്ത നഗരസഭയാണ് ആലപ്പുഴ നഗരസഭ. അവിടെ എടുത്തതിനെക്കാട്ടിലും വിലക്കുറവിലാണ് കായംകുളം നഗരസഭ ഈ വാഹനം ഇവിടെ എടുത്തിട്ടുള്ളത്. യാതൊരു അഴിമതിയും നടന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അസന്ദിഗ്ധമായിട്ട് പറയുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ കൗൺസിലും ഏകാണ്ഡമായിട്ടാണ് ഈ പദ്ധതി അംഗീകരിച്ചത്. ഈ കൗൺസിലോ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ഒരംഗം പോലും അതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല. അതിനകത്ത് UDFും BJP LDFും എല്ലാവരും ഒന്നിച്ചാണ് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ആരോപണങ്ങൾ ഉന്നയിച്ച് പരിഹാസ്യമായ സമരം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനുമുള്ള നീക്കമാണ് UDF നടത്തുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, വൈസ് ചെയർമാൻ J. ആദർശ്, SK വിശ്വനാഥ, ഹരിലാൽ, അഖിൽകുമാർ, റെജി മാവനാൽ, മായാദേവി, PS സുൽഫിക്കർ, ഗംഗാദേവി എന്നിവർ പറഞ്ഞു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി UDF നടത്തുന്ന സമര പ്രഹസനം അത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സമര പ്രഹസനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഈ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാഹനം എടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ അഴിമതിയും ഇതേവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.
കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് നിർമ്മാണം പുരോഗമിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാലമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. ആധുനിക രീതിയിൽ നിർമ്മിച്ച പാലത്തിൽ പ്രത്യേക ഫെൻസിംഗും കോൺക്രീറ്റ് മതിലുമുണ്ട്. പാലവും അനുബന്ധ റോഡും ബൈപ്പാസിന് സമാനമായി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക രീതിയിൽ നിർമ്മിച്ച പാലത്തിൽ പ്രത്യേക ഫെൻസിംഗും കോൺക്രീറ്റ് മതിലുമുണ്ട്. പാലവും അനുബന്ധ റോഡും ബൈപ്പാസിന് സമാനമായി പ്രയോജനപ്പെടുത്തും. നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അനുബന്ധമായി ശാസ്താംകടവ്, കൽച്ചിറ പാലങ്ങളുടെ നിർമ്മാണവും ആരംഭിക്കും. 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. നെടുമൺകാവ് ജംഗ്ഷന് തൊട്ട് താഴെയാണ്. അത് നിർമ്മിക്കണമെങ്കിൽ ഒരു ബൈപ്പാസ് ആവശ്യമായിരുന്നു. ഈ ബൈപ്പാസ് വരുമ്പോൾ ഇത് പൂർത്തിയായതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുത്തെ പാലം ടെൻഡർ ചെയ്തു, കോൺട്രാക്റ്റ് കൊടുത്തു. ഈ ഒരു ബൈപ്പാസ് റെഡിയാകാത്തതുകൊണ്ട് മാത്രമാണ് ആ പാലം പൊളിച്ച് പുതുതായിട്ട് പണിയാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാലത്തിൻ്റെ പണി വരും. അതും ഒരു വർഷത്തിനകം. പാലത്തിൻ്റെ പണിയുടെ മാത്രമല്ല, അത് പൂർത്തിയാവുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ റോഡും എല്ലാം ഉണ്ട്. അതും എത്രയും പെട്ടെന്ന് അവിടെ പൂർത്തിയാവും. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സല തോമസ്, വെളിയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NB പ്രകാശ്, കരീപ്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ, ആർ ഗീതകുമാരി, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. നമ്മുടെ 2 മണ്ഡലങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. നെടുമൺകാവ് നിന്ന് പോകുന്നതാണ്. കരീപ്ര പഞ്ചായത്ത്, വെളിയം പഞ്ചായത്ത്, അതുവഴി നമ്മൾ പൂയപ്പള്ളിയിലേക്ക് പോയി ചാത്തന്നൂരേക്ക് പോകാൻ പറ്റുന്ന വളരെ നല്ലൊരു കണക്ഷനാണ്. ഇത് വളരെ ഏറെക്കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അറക്കടവ് ബ്രിഡ്ജ്, അറക്കടവ് പാലം, അനുബന്ധമായ റോഡ്. അറക്കടവ് പാലവും അനുബന്ധമായ റോഡ്. ഇത് ഏറെക്കാലമായി പണി നടക്കാതെ ഉണ്ടായിരുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വലിയ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാവുകയും ആളുകൾ അപകടത്തിലൊക്കെ പെടുകയൊക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം പണ്ടേ തുടങ്ങിക്കിടന്നത്. അത് നേരത്തെ തന്നെ തുടങ്ങി. ശ്രീമതി ഐഷ പോറ്റി MLA ആയിരുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. പിന്നീട് അത് കുറച്ചു കാലം അതിൻ്റെ റേറ്റും പണവും പിന്നെ അനുവാദങ്ങളുടെ ഒരു പ്രശ്നം വന്നിരുന്നു. ഇപ്പോൾ റിവൈസ് ചെയ്ത് കിഫ്ബിയിൽ പണം അനുവദിച്ചു. ഇപ്പോൾ ഇത് പാലം വളരെ മനോഹരമായി ചെയ്തു, റോഡ് ഏറ്റവും ആധുനികമായി ചെയ്തു. ഇതിൻ്റെ സൈഡിലുള്ള പ്രൊട്ടക്ഷനൊക്കെ വലിയ കോൺക്രീറ്റ് വാളും നമ്മുടെ NH പോലെ തന്നെ സൈഡിൽ പ്രൊട്ടക്ഷനായിട്ടുള്ള പ്രത്യേക ഫെൻസിങ്ങും അടക്കം എല്ലാ സൗകര്യങ്ങളോടെ കൂടിയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് മെയിൻ റോഡ്, നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ റോഡുകളെക്കാളും സൗകര്യത്തിൽ ഒരു അനുബന്ധ റോഡ് വന്നിരിക്കുകയാണ്. നല്ലൊരു ബൈപ്പാസാണ്. നെടുമൺകാവ് ജംഗ്ഷനിൽ നിന്ന് ഒരു പുതിയ ബൈപ്പാസ് പോലെ വെളിയം, അതുവഴി തൊട്ടപ്പുറത്തേക്ക് പൂയപ്പള്ളിക്കും പോയി NH-ലേക്ക് കണക്ട് ചെയ്യാം, MC റോഡിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു പുതിയ ബൈപ്പാസ് കൂടി വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധൻ ചുമതലയേറ്റു. കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റായി ഡോക്ടർ TS ഗിരീഷാണ് ചുമതലയേറ്റത്. വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇദ്ദേഹം OP വിഭാഗത്തിൽ രോഗികളെ പരിശോധിക്കും. അടുത്തയാഴ്ച മുതലാണ് കാർഡിയോളജി വിഭാഗം ഡോക്ടറുടെ സേവനം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാവുക. ആശുപത്രിയിൽ കാത്ത് ലാബ് സജ്ജമാകുന്ന മുറയ്ക്ക് പൂർണ്ണതോതിൽ ഹൃദ്രോഗ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഹൃദ്രോഗ വിദഗ്ധൻ ചുമതലയേറ്റ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കാത്ത് ലാബ് ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും വേഗം കൂടിയിട്ടുണ്ട്. ലാബ് സജ്ജമാക്കാൻ കഴിഞ്ഞയാഴ്ച സർക്കാർ 7 കോടി രൂപ അനുവദിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ PS സുബാൽ MLA സമർപ്പിച്ച നിവേദനം പരിഗണിച്ചാണ് തുക അനുവദിച്ചത്. ആശുപത്രിക്ക് മുന്നിൽ കച്ചേരി റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിൽ ലാബ് ഒരുക്കാനാണ് ആലോചന. കെട്ടിടത്തിന്റെ സ്ഥിരത പരിശോധിച്ച് റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കാട്ടി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ചിട്ടുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും ഡോക്ടറെ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായില്ല. പലതവണ നിയമന ഉത്തരവിറക്കിയെങ്കിലും ആരും ചുമതലയേറ്റില്ല. കാത്ത് ലാബ് ഇല്ലാതിരുന്നതാണ് കാരണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി. അഞ്ചൽ 2307 നമ്പർ SNDP ശാഖയിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത്. അഞ്ചൽ 2307 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. പഠനോപകരണ വിതരണവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. SNDP പുനലൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് TK സുരേഷൻ പുരസ്കാര വിതരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഇവിടെ അവാർഡ് വിതരണം നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാന്യ വ്യക്തി കൂടി ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ള ശാഖകൾക്ക് ഒരു പാഠവും അനുഭവവും കൂടിയാണ്. സാധാരണ രീതിയിൽ ഒരു SNDP യൂണിയനിൻ്റെ അതിനകത്ത് മിക്കവാറും എല്ലാ ശാഖകളിലും പഠനവും വിതരണങ്ങളും അതുപോലെ
വ്യാപാര വിതരണമൊക്കെ ജൂൺ 1 മുമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ശാലകളിൽ സ്കൂളൊക്കെ തുറന്നു. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബുക്കുകളൊക്കെ. ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകിയായിരുന്നു വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ശാഖാ പ്രസിഡന്റ് ബീന സോദരൻ അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി മധുകുമാർ, AJ പ്രദീപ്, ഡോക്ടർ VK ജയകുമാർ, അഡ്വക്കേറ്റ് G സുരേന്ദ്രൻ, ഷീല മധുസൂദനൻ, ഉദയകുമാരി, ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ പുഷ്പലത ലഹരി വിരുദ്ധ ക്ലാസിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ. കൊല്ലം തീരത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. 52 ദിവസമാണ് നിരോധന കാലയളവ്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾ തീരം വിട്ടു തുടങ്ങി. ബൈക്ക് കാറിലിടിച്ച ശേഷം നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു മറിഞ്ഞു. ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്ക്. ശാസ്താംകോട്ട ആഞ്ഞിലിമൂടിന് സമീപമായിരുന്നു അപകടം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 11നും യെല്ലോ അലർട്ട്. നെടുമൺകാവ് അറക്കടവ് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി KN ബാലഗോപാൽ വിലയിരുത്തി. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് പാലം. പാലവും അനുബന്ധ റോഡും ബൈപ്പാസിന് സമാനമായി പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.